ഹായ്, ഇന്ന് ജാങ്കൂക്കിൻ്റെ ജേക്കയുടെ ബർത്ത്ഡേ ആണ്. ജേക്കയ്ക്ക് ബർത്ത്ഡേ വിഷുകൾ നേർന്നുകൊണ്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാമോ എന്ന് നമ്മുടെ വീഡിയോകളുടെ ചുവട്ടിൽ വന്ന് പലരും മെസ്സേജ് ഇട്ട് ചോദിച്ചിരുന്നു. ഇപ്പോൾ K-പോപ്പിനെ കുറിച്ച് K-പോപ്പിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊരു വീഡിയോ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കിലായതിനാൽ ഇതിനിടയിലൊരു പ്രത്യേക വീഡിയോ ചെയ്യാൻ കഴിയാതെ പോയാൽ ജാങ്കൂക്ക് ആരാധകരും K-പോപ്പ് ആരാധകരും ക്ഷമിക്കണം. ആരാധകരെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും K-പോപ്പ് ഫാൻഡത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ ആരാധകരുടെ ഈ കൂട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ വീഡിയോയിൽ തുടക്കത്തിലെ തന്നെ ആരാധകരുടെ ആവശ്യപ്രകാരം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട BTSൻ്റെ ജങ്കൂക്കിന് ബർത്ത്ഡേ വിഷുകൾ നേരുകയാണ്. പ്രിയപ്പെട്ട ജങ്കൂക്ക്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആർത്ത് വിളിക്കുന്ന അലകളായി ഇളകി വരുന്ന ആരാധക കൂട്ടമാണ് K-പോപ്പിന് ലോകം മുഴുവനുള്ളത്. ഇന്ന് ഒരു ഏകദേശ കണക്ക് കൂട്ടി നോക്കിയാൽ ലോകത്താകമാനം 100 മില്യൺ ആരാധകര് K-പോപ്പിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഫാൻഡം എന്ന് പറയുന്നത് വെറും ആരാധനയുടെ അല്ലെങ്കിൽ ആരാധകരുടെ കൂട്ടം മാത്രമല്ല, തങ്ങളുടെ താരത്തെ നിരന്തരം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, തങ്ങളുടെ താരങ്ങളുടെ ഓരോ പ്രകടനത്തെയും ഹൃദയത്തിലേറ്റി അഭിനന്ദിക്കുന്ന, തങ്ങളുടെ താരത്തിൻ്റെ പെർഫോമൻസിന് മിഴിവ് കൂട്ടുവാനായി അവർക്കൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനയുടെ മൂർത്തിഭാവങ്ങളാണ് ഈ ഫാൻഡങ്ങളെന്ന് നമ്മൾ പറയേണ്ടി വരും. ഈ ആരാധകർക്ക് ഈ താരങ്ങളോടുള്ള ആരാധന ഈ K-പോപ്പ് താരങ്ങൾക്ക് തിരികെ ഈ ഫാൻഡങ്ങളോടും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഫാൻസിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരാണ് K-പോപ്പിലെ എല്ലാ ബാൻഡുകളുമെന്ന് ആരാധകരായ എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടെയാണ്. അതുമാത്രമല്ല, K-പോപ്പിൻ്റെ ഫാൻസുകൾക്ക് മിക്കവാറും എല്ലാ ബാൻഡുകളുടെ ഫാൻസുകൾക്കും ഓരോ പ്രത്യേക പേരുകൾ ഈ ബാൻഡുകൾ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഷൈനി എന്ന് പറയുന്ന ബാൻഡിന് ഷൈനീസ് വേൾഡ് എന്നാണ് അവരുടെ ഫാൻഡത്തിന് നൽകിയിരിക്കുന്ന പേര്. മ്യൂ എന്ന് പറയുന്ന ഒരു ഫാൻഡമുണ്ട്. മീ ആൻഡ് യു എന്നാണ് ആ ഫാൻഡത്തിൻ്റെ ഈ നീട്ടി പറയുന്നത്. ബ്ലാക്ക് ജാക്ക് എന്ന് പറയുന്ന പേരിൽ ഫാൻഡമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം BTSൻ്റെ BTS ആർമി, ബ്ലിങ്ക്, അങ്ങനെ ഒരുപാട് ഫാൻഡങ്ങൾ നമ്മൾ ഈ K-പോപ്പിൻ്റെ സംസ്കാരത്തിനോടൊപ്പം കണ്ട് ശീലിച്ചതാണ്. ശരിക്കും ഈ ഫാൻഡം സംസ്കാരം എന്ന് പറയുന്നത് K-പോപ്പിൽ ചെലുത്തുന്ന സ്വാധീനം, അല്ലെങ്കിൽ ഈ ഫാൻസ് K-പോപ്പിനെ നയിക്കുന്നതൊക്കെ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കങ് ഡാനിയൽ K-പോപ്പിലെ ഒരു ഐഡൽ സിംഗറാണ്. അദ്ദേഹത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ആരാധക വൃന്ദം, ഈ ഫാൻഡം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആരാധകരെ ഡാനിറ്റി എന്നാണ് വിളിച്ചിരുന്നത്. ഈ ഡാനിറ്റിയുടെ ഈ ആരാധക വൃന്ദത്തിൻ്റെ ആവശ്യപ്രകാരം അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഐ ആം ഡാനിറ്റി എന്ന പേരിൽ ഒരു എക്സിബിഷൻ സ്ഥിരമായി കൊറിയയിൽ സംഘടിപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ എക്സിബിഷനിൽ കങ് ഡാനിയൽ ഷോകളിൽ ഉപയോഗിച്ചിരുന്ന വേഷങ്ങൾ പ്രദർശിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ, അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ രസകരമായിട്ടുള്ള മൊമെൻറ്റുകളെ ഓർമ്മപ്പെടുത്തുന്ന ചെറിയ ചെറിയ കലാസൃഷ്ടികൾ, അദ്ദേഹം പാടിയ ആൽബങ്ങളിലെ പാട്ടുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഈ എക്സിബിഷനുകളിൽ പ്രദർശിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാനുള്ള അവസരവും അതോടൊപ്പം തന്നെ അദ്ദേഹവുമായിട്ട് വീഡിയോ കോളിൽ സംവദിക്കാനുള്ള അവസരവുമൊക്കെ ഐ ആം ഡാനിറ്റി എന്ന് പറയുന്ന എക്സിബിഷനിൽ ഒരുക്കിയിരുന്നു. ഇതൊക്കെ തന്നെ ഡാനിറ്റി എന്ന് പറയുന്ന ആരാധക കൂട്ടം വളരെ ആവേശപൂർവ്വം ഏറ്റെടുത്ത് വിജയിപ്പിച്ചിരുന്ന ഒരു സംഗതിയാണ്. തുടർച്ചയായി 85 ആഴ്ചകളിൽ കൊറിയയിലെ മോസ്റ്റ് പോപ്പുലർ സെലിബ്രിറ്റിയായി 1ാം സ്ഥാനത്ത് നിൽക്കുവാൻ കങ് ഡാനിയലിന് കഴിഞ്ഞതും പുതിയ റെക്കോർഡ് സ്ഥാപിക്കാൻ കഴിഞ്ഞതുമൊക്കെ ഈ ഡാനിറ്റി എന്ന് പറയുന്ന ഫാൻഡത്തിൻ്റെ കരുത്തിലാണ്. ഈ ഡാനിറ്റി എന്ന് പറയുന്ന ഫാൻഡം തുടർച്ചയായി കങ് ഡാനിയലിനു വേണ്ടി വോട്ടുകൾ ചെയ്യുകയും അദ്ദേഹത്തിന് 1ാം സ്ഥാനത്ത് തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഈ 85 ആഴ്ചകളുടെ ഒരു പുതിയ റെക്കോർഡ്
സ്ഥാപിക്കുവാൻ കഴിഞ്ഞത്. ഓരോ ആഴ്ചയിലും ആരാധകർ വോട്ട് ചെയ്തിട്ടാണ് ഈ മോസ്റ്റ് പോപ്പുലർ സെലിബ്രിറ്റിയെയും നമ്പർ 1 ബാൻഡിനെയൊക്കെ തിരഞ്ഞെടുത്തിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ മ്യൂസിക് ആൽബങ്ങളൊക്കെ വിറ്റുപോയിരുന്നതും ഇവരുടെ ഷോകൾക്കൊക്കെ കൂടുതൽ ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞിരുന്നതും മ്യൂസിക് ചാർട്ടുകളിലൊക്കെ ഇവരുടെ സ്ഥാനം നിർണ്ണയിക്കാൻ കഴിഞ്ഞിരുന്നതും ഒക്കെ ഈ വോട്ടിങ്ങിൻ്റെ പിൻബലത്തിൽ മാത്രമാണ്. ഈ ആരാധകരെന്ന് പറയുമ്പോൾ ഈ താരങ്ങൾ അല്ലെങ്കിൽ ഈ ബാൻഡുകൾ എവിടെ പോയാലും അവരോടൊപ്പം സഞ്ചരിക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ TV ഷോകൾക്ക് വേണ്ടി പോവുകയാണെങ്കിൽ ആരാധകർ ആ TV ചാനലിൻ്റെ മുന്നിൽ ആർത്തിരമ്പുന്ന കാഴ്ച കാണാം. ഇവരേതെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണെങ്കിൽ, ലൈവ് ഷോകൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ കൂട്ടമായി ടിക്കറ്റ് എടുത്ത് ഈ ആരാധകർ ഷോയുടെ മുന്നിൽ ആടുകയും പാടുകയും ഒക്കെ ചെയ്യും. ഇവർ ഏതെങ്കിലും അവാർഡ് നിശയിൽ സംബന്ധിക്കാനാണ് പോവുകയാണെങ്കിൽ കഴിയുന്നതും അത്രയും ആരാധകർ അവാർഡ് നിശയിൽ പങ്കെടുക്കാനായിട്ട് ഉള്ളിലേക്ക് കയറുകയും ബാക്കിയുള്ളവർ ആ അവാർഡ് നിശ നടക്കുന്ന ഓഡിറ്റോറിയത്തിന് മുന്നിൽ കാത്തു കെട്ടിക്കിടന്ന് ഇവർക്ക് വേണ്ടി ആർപ്പ് വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് എപ്പോഴും കാണാൻ കഴിയുന്നത്. ഓരോ പുതിയ പാട്ടുകളും ആൽബങ്ങളും റിലീസ് ചെയ്യുമ്പോൾ K-പോപ്പിലെ താരങ്ങൾ അനുഭവിക്കുന്ന ഒരു മാനസികമായിട്ടുള്ള പ്രതിസന്ധിയുണ്ട്. ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോ, ഇതിൻ്റെ വിജയം എത്രത്തോളം ഉണ്ടാകുമെന്നുള്ള ഒരു ടെൻഷൻ. അതേ ടെൻഷൻ തന്നെയാണ് ഇവരുടെ ഫാൻസും ഈ ആരാധക കൂട്ടങ്ങളും അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ K-പോപ്പ് ആരാധക കൂട്ടങ്ങളുടെ ആ കൊറിയൻ വേവ്സ് നിങ്ങളെല്ലാവരും പല ഷോകളിലും കണ്ടിട്ടുള്ളതാണ്. കയ്യിലേന്തിയ ബലൂണുകളുമായി ആർത്തിരമ്പിയവരായിരുന്നു ആദ്യകാലത്തെ K-പോപ്പിൻ്റെ ഫാൻഡം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ബലൂണുകൾക്ക് പകരം അവർ നിയോൺ സ്റ്റിക്കുകൾ കയ്യിലേന്തി ഈ അരീനകളെ അലകടലുകളാക്കി മാറ്റുകയായിരുന്നു. അത് കഴിഞ്ഞ് ലൈറ്റ് സ്റ്റിക്കുകളാണ് ഇപ്പോൾ അവർ കൈകളിലേന്തി ഈ അരീനകൾക്കുള്ളിൽ ഇങ്ങനെ ഒഴുകി പരക്കുന്നതും ഒഴുകി നിറയുന്നതും. ഇപ്പോൾ ഉപയോഗിക്കുന്ന ആധുനിക തരത്തിലുള്ള ഗ്ലോ സ്റ്റിക്കുകളെ അതിലുപയോഗിച്ചിരിക്കുന്ന സെൻസറുകൾ ഉപയോഗിച്ച് അത് പരിപാടി നടക്കുന്ന സ്റ്റേജിലെയോ അരീനയിലെയോ സിസ്റ്റവുമായി കണക്ട് ചെയ്ത് ആരാധകരുടെ കയ്യിലിരിക്കുന്ന ഈ ഗ്ലോ സ്റ്റിക്കിൻ്റെ പ്രകാശവും വർണ്ണങ്ങളുമൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ ആണ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് ഉള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇത്തരത്തിൽ ഈ സിസ്റ്റവുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഗ്ലോ സ്റ്റിക്കുകളുടെ ആ അലയാഴി പോലുള്ള പ്രകടനം കണ്ടിട്ട് K-പോപ്പിൻ്റെ ആരാധകർ മാത്രമല്ല ലോകം മുഴുവനുള്ള സംഗീത പ്രേമികൾ ഈ ഷോകൾ കണ്ട് ഭ്രമിച്ചിരുന്നു പോകുന്നു എന്നുള്ളതാണ് ഈ ഫാൻഡമുകളുടെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സന്തോഷവും വിജയവും എന്ന് പറയുന്നത്. ഈ K-പോപ്പ് ബാൻഡുകൾക്ക് ഈ ഫാൻഡം എന്ന് പറയുന്നത് ഒരു വമ്പൻ സാമ്പത്തിക സാധ്യത കൂടിയാണ്. ഈ K-പോപ്പ് ബാൻഡുകളുടെ പേരിൽ വിവിധ തരം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്ത് ഒരു വലിയ സാമ്പത്തിക നേട്ടം, ഒരു വലിയ വ്യവസായ സാമ്രാജ്യമാണ് ഓരോ K-പോപ്പ് ബാൻഡുകളും അവരുടെ നിർമ്മാതാക്കളുമൊക്കെ ആയിട്ട് വളർത്തിയെടുത്തിരിക്കുന്നത്. എവിടെ K-പോപ്പിൻ്റെ എന്ത് ഷോ നടന്നാലും അതിനോട് അനുബന്ധിച്ച് ഈ ബാൻഡിൻ്റെ അതാത് ബാൻഡുകളുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ കച്ചവടം തന്നെ നടത്തുകയും അതിലൂടെ ഈ ഷോയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് തുല്യമോ അതിലധികമോ വരുമാനമൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയാറുണ്ട്. ഈ K-പോപ്പിൻ്റെ ആൽബങ്ങളൊക്കെ വിറ്റഴിയുന്നത് ഇതിൻ്റെ CD-കൾ വിൽക്കുന്ന കൂട്ടത്തിൽ ആരാധകർക്ക് സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് കൂടിയാണ്. K-പോപ്പിൻ്റെ CD വാങ്ങുമ്പോൾ അത് മിക്കവാറും ഒക്കെ ഒരു വലിയ പൗച്ചായിട്ടോ അല്ലെങ്കിൽ ഒരു ബോക്സ് ആയിട്ടോ ഒക്കെ ആയിരിക്കും കിട്ടുക. അതിനുള്ളിൽ ഈ K-പോപ്പുമായി ബന്ധപ്പെട്ട ആ ബാൻഡിൻ്റെ കുറേ സമ്മാനങ്ങൾ കൂടി ഉണ്ടാകും. ഈ സമ്മാനങ്ങൾക്കൊപ്പമാണ് ഈ CD ലഭിക്കുന്നത്. ഈ ബോക്സ് കയ്യിൽ കിട്ടുന്ന ആരാധകർ ആ CD-ക്കൊപ്പം കിട്ടുന്ന ഈ സമ്മാനങ്ങൾ കാണുമ്പോൾ അത്ഭുതത്തോടെ അല്ലെങ്കിൽ ആരാധനയോടെ തങ്ങളുടെ ബാൻഡിനെ നന്ദിയോടെ സ്മരിക്കുകയും വീണ്ടും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത് K-പോപ്പിൻ്റെ ബാൻഡുകളുടെ CD-കൾ 100 കണക്കിന് എണ്ണം കാശ് കൊടുത്ത് വാങ്ങി മുഴുവൻ റെസിപ്റ്റുകളും എടുത്ത് സോഷ്യൽ മീഡിയ വഴി പബ്ലിഷ് ചെയ്യുന്ന ആരാധകരെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഈ റെസിപ്റ്റുകൾ മുഴുവൻ തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന് അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന ആരാധകരെയും നമുക്ക് കാണാൻ കഴിയും. ഈ K-പോപ്പ് ബാൻഡുകളുടെ അംഗങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും ഷൂസുകളും തൊപ്പികളും സ്കാർഫുകളും പേഴ്സുകളും വരെ മാർക്കറ്റ് ചെയ്ത് ഈ K-പോപ്പ് ബാൻഡുകൾ ധാരാളം കാശ് സമ്പാദിക്കുന്നുണ്ട്.
കെ പോപ്പ് ഉൽപ്പന്നങ്ങളുടെ വിപണനം ഒരു വമ്പൻ വ്യവസായമായി വളർന്നതോടുകൂടി കെ പോപ്പ് ബാൻഡുകളെയും കെ പോപ്പ് താരങ്ങളെയും ഉപയോഗിച്ച് കൂടുതൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന വഴികൾ, നേട്ടമുണ്ടാക്കാവുന്ന മാർഗങ്ങളൊക്കെ ഈ ബാൻഡുകൾക്ക് പിന്നിലുള്ള ആൾക്കാർ ആലോചിച്ചു. അങ്ങനെ അവർ വികസിപ്പിച്ചെടുത്ത ഒരു പരിപാടിയായിരുന്നു പ്രൊഡ്യൂസ് ഓൺ നോട്ട് വൺ എന്ന പേരിലുള്ള ഒരു TV ഷോ. ഈ TV ഷോയിൽ കെ പോപ്പ് ബാൻഡിലുള്ള അംഗങ്ങൾക്ക് പങ്കെടുക്കുവാനും കെ പോപ്പിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ബാൻഡുകൾക്ക് പങ്കെടുക്കുവാനും ഒക്കെ ഉള്ള അവസരമുണ്ടായിരുന്നു. ഈ മത്സരത്തിൽ ജയിച്ച് വരുന്നവരെ കെ പോപ്പ് ഐഡലുകളാക്കി വളർത്തിയെടുക്കുന്ന, അല്ലെങ്കിൽ അവർ കെ പോപ്പ് ഐഡലുകളായി മാറുമെന്ന തരത്തിലുള്ള ഒരു പ്രചരണത്തോടു കൂടിയാണ് ഈ ഷോ തുടങ്ങിയത്. ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിരുന്നത്, ഈ ഷോയ്ക്ക് വിധികർത്താക്കളോ വിധി നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ളിൽ ജഡ്ജിങ് പാനലുകളോ ഒന്നും ഉണ്ടായിരിക്കില്ല. 100% ഈ ഷോയുടെ കാഴ്ചക്കാർ നൽകുന്ന, അവർ ചെയ്യുന്ന വോട്ടിങ്ങിലൂടെ ആയിരിക്കും വിജയികളെ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. ആ ഷോ തുടങ്ങുകയും കൊറിയയിലെ ഭൂരിഭാഗം ആൾക്കാരും ഈ ഷോയുടെ കാഴ്ചക്കാരായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ ഷോയുടെ വിജയം എന്ന് പറയുന്നത്. ഒരു സമയത്ത് 1 കോടി ആൾക്കാർ വരെ തുടർച്ചയായിട്ട് ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട്, ഇതിലെ മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വോട്ടുകൾ ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു ആവറേജ് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയൻ ജനസംഖ്യയുടെ 27% ആൾക്കാരും ഈ ഷോയിൽ വോട്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് അന്ന് ഒരു കണക്ക് പുറത്തു വന്നിരുന്നത്. ഈ ഷോ ഒരു വമ്പൻ വിജയമായി മാറുകയും ഓരോ സീസണിലും പുതിയ പുതിയ വിജയികൾ ഉണ്ടാവുകയും അവരൊക്കെ കെ പോപ്പ് ഐഡലുകളായി മാറുകയൊക്കെ ചെയ്തപ്പോൾ ഈ ഷോയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ പോലും വലിയ ജനപ്രീതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഇത് വളരെ പെട്ടെന്ന് വളർന്ന് വലുതായി ഒരു വമ്പൻ പ്രസ്ഥാനമായി മാറിയതുപോലെ തന്നെ ഇതൊരു വലിയ പതനവും ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രമെന്ന് പറയുന്നത്. ഇതിലെ വോട്ടിംഗ് മാനിപ്പുലേഷൻ നടത്തി ഇതിൻ്റെ നിർമ്മാതാക്കൾ നടത്തിയ ഒരു കള്ളക്കളി ഇതിൻ്റെ ഫാൻസ് കണ്ടുപിടിച്ചതോടു കൂടിയാണ് ഈ ഷോ പൊളിഞ്ഞു പോയത്. തങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുവാനായി അശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഏറ്റവും മിടുക്കരായിരുന്ന 2 ഗ്രൂപ്പുകൾ പുറകിലേക്ക് പോവുകയും മറ്റുള്ളവർ വിജയത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നെത്തുകയും ചെയ്തതാണ് ആരാധകർക്ക്, ഈ ഫാൻസിന് സംശയം ഉണ്ടാക്കിയത്. അവരിത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരാധകർ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിൻ്റെ പേരിൽ അന്വേഷണം നടത്തുകയും പോലീസിൽ പരാതി നൽകുകയും ഇതിൻ്റെ പ്രൊഡ്യൂസറെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. ശരിക്ക് ഒരു വലിയ തരംഗമായി മാറിയ ഒരു പരിപാടി ഈ സംഗീതത്തിൻ്റെ കച്ചവടത്തിലൂടെ, അതിനെ മുതലെടുത്തുകൊണ്ട് ചതിയിലൂടെ ആരാധകരെ വഞ്ചിച്ചു എന്ന് പറയുന്നത് കെ പോപ്പിൻ്റെ അവസാനമായി മാറുമോ എന്ന് മാധ്യമങ്ങളൊക്കെ സംശയിച്ച ഒരു കാലമായിരുന്നു അത്. എന്നാൽ ആരാധകർ ഈ പരിപാടിയെ മാത്രമേ കൈവിട്ടുള്ളൂ. കെ പോപ്പിനെയോ കെ പോപ്പിലെ ബാൻഡുകളെയോ ആരാധകർ കൈവിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവർ കൂടുതൽ കെ പോപ്പുമായി അടുക്കുകയും കെ പോപ്പിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ അവരുടെ ഭാഗത്ത്, ഈ ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഇടപെടലുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. അതിനെ തുടർന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ടുണ്ടായിരുന്ന കെ പോപ്പ് ഫാൻസുകൾ അതാത് രാജ്യങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ, സാമൂഹ്യ മാറ്റം വരുത്താവുന്ന വിഷയങ്ങളിലൊക്കെ ഇടപെടുകയും കെ പോപ്പിൻ്റെ പേരിൽ തന്നെ ആ വിഷയങ്ങളിൽ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുകയൊക്കെ ചെയ്തു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കെ പോപ്പ് സംഗീതത്തിൻ്റെ ആരാധകരായി വളർന്നു വന്ന ഈ ഫാൻഡം ലോകം മുഴുവൻ ഇടപെടാൻ ശേഷിയുള്ള ഒരു വലിയ പ്രസ്ഥാനമായി മാറി എന്നുള്ളതാണ് ശരിക്കുമുള്ള വസ്തുത. ഇത്തരത്തിൽ സാമൂഹ്യമായും സാംസ്കാരികമായും സാമ്പത്തികമായും ഒക്കെ പരിവർത്തനം ചെയ്യപ്പെട്ട കെ പോപ്പിൻ്റെ ഈ ഫാൻഡം ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ, ഏറ്റവും ശക്തമായ രീതിയിൽ സംഘടിച്ച് ഒരു ഫാൻസ് കൂട്ടമായി മാറിയത് BTSന്റെ വരവോടുകൂടിയായിരുന്നു. BTS ആർമി എന്ന പേരിൽ ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഫാൻഡം വളരെ പുതുമയുള്ള, വ്യത്യസ്തതയുള്ള ഒരു കാഴ്ചയാണ്. ഏറ്റവും ശക്തമായ ആരാധക കൂട്ടമാണ് BTS ആർമി എന്ന് പറയുന്നതാണ് ശരിക്കുമുള്ള കാര്യം. BTS ആർമി അവരുടെ ബാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ലോകത്താകമാനം പല തരത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട ബാൻഡായ BTSന്റെ ആൽബങ്ങളുടെ കവർ വേർഷനുകൾ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി.
6-7 മാസം കഠിനമായ പരിശീലനങ്ങളൊക്കെ നടത്തിയാണ് ഇവർ ഓരോ BTS ആൽബങ്ങളുടെയും കവർ വേർഷനുകൾ പുറത്തിറക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ BTS ആർമി പുറത്തിറക്കുന്ന കവർ വേർഷനുകൾക്ക് വലിയ സ്വാധീനം അല്ലെങ്കിൽ വലിയ വിജയം BTSന് നേടിക്കൊടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ലോകത്താകമാനം BTS ആർമി ഉള്ളത് കാരണം പല രാജ്യങ്ങളിൽ പല ഭാഷകളാണ് സംസാരിക്കുന്നത് എന്നുള്ളതും കാരണം BTSനെ കുറിച്ച് വരുന്ന എല്ലാ വാർത്തകളുടെ ആർട്ടിക്കിളുകളും അവരവർ തന്നെ അതാത് രാജ്യങ്ങളിലെ ഫാൻസുകൾ അവരവരുടെ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കുകയും BTSൻ്റെതായിട്ട് വരുന്ന ആൽബങ്ങളുടേതായാലും ടോക്ക് ഷോകളുടേതായാലും അവരുടെ സ്പീച്ചുകളുടേതായും ഒക്കെ അതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ നടത്തി അത് ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഈ BTS എന്ന് പറയുന്ന ബാൻഡിനെ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റുവാനും K-pop ഐഡൽസ് ആയിരുന്ന BTSനെ വേൾഡ് ഐഡൽസ് ആക്കി മാറ്റുവാനും ഒക്കെ ഈ BTS ആർമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തി K-popനും അതിലൂടെ BTS എന്ന് പറയുന്ന ബാൻഡിനും ലോകത്ത് വലിയ സാധ്യതകൾ തുറന്നു കൊടുക്കാനും BTS ആർമി എന്ന് പറയുന്ന ഫാൻഡത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ട്വിറ്ററിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ റീട്വീറ്റ് ചെയ്ത ഗിന്നസ് റെക്കോർഡ് ഇട്ട ട്വീറ്റിൻ്റെ വിജയത്തിന് കാരണവും BTS ആർമി തന്നെയാണ്. BTS ആർമിയുടെ ഒരു ട്വീറ്റ് 60 ലക്ഷം പ്രാവശ്യം റീട്വീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യം BTS എന്ന ബാൻഡിനെ കുറിച്ച് ചെയ്ത ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലുമെല്ലാം ഈ BTSനെ ഒരു തരംഗമാക്കി മാറ്റിയെടുത്തതിൽ ഈ BTS ആർമിക്ക് വളരെ വലിയ പങ്കാണുള്ളത്. ഈ ഫാൻഡം എന്ന് പറയുന്നത് ഒരു ചെറിയ കളിയല്ല, അതൊരു വലിയ പ്രസ്ഥാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഫാൻഡമുകളും സാമൂഹ്യ മാധ്യമങ്ങളുമൊക്കെ ഈ താരങ്ങൾക്ക്, പ്രത്യേകിച്ച് K-pop താരങ്ങൾക്ക് നൽകുന്ന പ്രഷറും ഒട്ടും കുറവല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന വിഷമകരമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന കങ് ഡാനിയലിനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇന്ന് സംഗീത രംഗത്തില്ല. അദ്ദേഹം സംഗീത രംഗമൊക്കെ ഉപേക്ഷിച്ച് സംഗീത ലോകത്തിന് പുറത്താണ്. കങ് ഡാനിയലിൻ്റെ ഏറ്റവും വലിയ ഫാൻസ് മീറ്റിംഗ് കഴിഞ്ഞ് 11 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ മ്യൂസിക് കരിയർ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ഡിപ്രഷനും പാനിക് ഡിസോർഡറിനും വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്കായിട്ട് പോവുകയാണ് ഉണ്ടായത്. കങ് ഡാനിയലിൻ്റെ കരിയർ തകർത്തത് അദ്ദേഹത്തിന് ഈ ആരാധക സമ്മർദ്ദം താങ്ങാൻ കഴിയാത്തതാണോ, ഈ ആരാധകർ അദ്ദേഹത്തിനെ അമിതമായി സ്നേഹിച്ചതാണോ എന്നുള്ള ചർച്ചകളും അതിൻ്റെ വിശകലനങ്ങളൊന്നും നമ്മൾ നടത്തുന്നില്ല. താരങ്ങളും ആരാധകരും സംഗീതവും ആവശ്യമാണ്. K-popൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് മാത്രമല്ല, ലോകമാകമാനം പടർന്നു പിടിച്ചിരിക്കുന്ന സംഗീത പ്രേമികളുടെ ആരാധക കൂട്ടങ്ങളുടെ നിലനിൽപ്പ് കൂടിയാണ്.